ലോകകപ്പ് ഫുട്ബോളിന്റെ മറവിൽ അമേരിക്ക നിയമങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. യുഎസിന്റെ വിശാലമായ വിദേശനയം പോലെ തന്നെയാണ് അവർ ലോകകപ്പിലും പെരുമാറുന്നത്. കായിക രംഗത്തും ഭീഷണിപ്പെടുത്തലും വഞ്ചനയുമാണ് അമേരിക്കയുടെ മുഖമുദ്രയെന്നും പെസഷ്കിയാൻ ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ യുഎസ് സംഘർഷം വൻതോതിൽ ശക്തമായതിനിടയിലാണ് പുതിയ വാക്പോര്. ലോകകപ്പ് ഫുട്ബോൾ വേദിയെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് അമേരിക്കയെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ കടുത്ത ആരോപണം. ടൂർണമെന്റിൽ അമേരിക്ക തങ്ങളുടെ എതിരാളികളെ വഞ്ചിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഭീഷണിപ്പെടുത്തലും തടസ്സങ്ങൾ സൃഷ്ടിക്കലും വഞ്ചനയുമെല്ലാം യുഎസിന്റെ മെഗാ പ്ലേബുക്കിൽ ഉള്ളതാണെന്നും പെസഷ്കിയാൻ തുറന്നടിച്ചു. ഇത്തരം അന്യായമായ മത്സരങ്ങളെ ഇറാൻ ശക്തമായി നിരസിക്കുന്നുവെന്നും തങ്ങളുടെ അവകാശങ്ങൾക്കായി രാജ്യം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ഖത്തറി, സൗദി ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള 3 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാക്കിയത്. ഇതിനു പിന്നാലെ ഇറാനെതിരെ അമേരിക്ക ശക്തമായി തിരിച്ചടി നൽകിയിരുന്നു. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ യുദ്ധഭീതി ഇരട്ടിച്ചിരിക്കുകയാണ്. ഇറാനുമായി ചർച്ച നടത്തുന്നത് അമേരിക്കയുടെ സമയം പാഴാക്കലാണെന്ന് വ്യക്തമാക്കിയാണ് ട്രംപ് വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയത്. ഇതിനു പിന്നാലെയാണ് കായിക രംഗത്തെയും യുഎസ് സ്വാധീനത്തെയും രൂക്ഷമായി വിമർശിച്ച് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.